ന്യൂസ് 5 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയ ശതമാനം 99.69%. A+ നേടിയവരുടെ എണ്ണത്തിൽ വർധന. അടുത്ത വർഷം മുതൽ പരീക്ഷാ രീതി മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കെ സുധാകരൻ KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ MM ഹസൻ പങ്കെടുത്തില്ല. ഹസന്റെ അസാന്നിധ്യത്തെ വിമർശിച്ച് കെ സുധാകരൻ. ഞാൻ എന്നും ആഗ്രഹിക്കുന്നു, ഹസൻ മാത്രമല്ല എല്ലാ നേതാക്കന്മാരും രണ്ടു കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ എല്ലാവരും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ ചുമതല തന്നാൽ ഏറ്റെടുക്കുമെന്നും കെ സുധാകരൻ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ വ്യക്തത വരുത്താൻ CBI ഡൽഹി എയിംസിൽ നിന്നും വിദഗ്ധോപദേശം തേടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം എയിംസിലേക്ക് അയച്ചു. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ശാരീരിക ആക്രമണവും അപമാനവുമെന്ന് കുറ്റപത്രത്തിൽ. പാലക്കാട് മാധ്യമപ്രവർത്തകന് കാട്ടാന ആക്രമണത്തിൽ ദാരുണാന്ത്യം. മരിച്ചത് മാതൃഭൂമി ന്യൂസിലെ ക്യാമറാമാൻ AV മുകേഷ്. ആക്രമണം കൊട്ടേക്കാട് കാട്ടാനയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ. മാസപ്പടിയിൽ മുഖ്യമന്ത്രിയും കുടുംബത്തെയും കരിവാരി തേച്ചെന്ന് MV ഗോവിന്ദൻ. വിജിലൻസ് കോടതി വിധിയോടെ വ്യാജ പ്രചാരണം പൊളിഞ്ഞു. കുഴൽനാടൻ എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ലെന്നും MV ഗോവിന്ദൻ. ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടനെതിരെ FIR രജിസ്റ്റർ ചെയ്ത വിജിലൻസ്. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ യാത്രക്കാർ. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ഒരു 7:30 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റിസൾട്ട് അറിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് അടുത്ത ഫ്ലൈറ്റ് എടുത്തോ എന്നുള്ളതാണ് അവർ പറയുന്നത്. റീഫണ്ടിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്ത് തരാമെന്ന്. പോസ്റ്റ്പോൺ ചെയ്ത് തരുന്നത് ഇനി 11-ാം തീയതിക്ക് ശേഷമാണ്. ടിക്കറ്റ് നിരക്ക് മടക്കി നൽകാമെന്നും ബദൽ യാത്രാ സൗകര്യമൊരുക്കാമെന്നും എയർ ഇന്ത്യ.